ഹലോ, എല്ലാവർക്കും സൂറൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ചെറിയ മുരിങ്ങാക്കായ, അധികം പാകമാകാത്ത മൂക്കാത്ത മുരിങ്ങാക്കായ കൊണ്ടുള്ളൊരു തോരനാണ്. സാധാരണ എല്ലാ പച്ചക്കറികളും തോരൻ വെക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ എങ്കിലും മുരിങ്ങാക്കായ കൊണ്ടല്ലേ, അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. അതിനായി നമുക്കിവിടെ കുറച്ച് മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്. വലിയ മുരിങ്ങാക്കായ കൊണ്ട് കറി വെച്ചപ്പോൾ ബാക്കി കുറച്ച് ചെറിയത് കിട്ടി. അപ്പോൾ അത് നമുക്ക് തോരൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഇത് നമുക്ക് ചെറുതായി മുറുക്കാം. ഇത് ഈ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തോരൻ വെക്കാം. ഇതെങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഇനി ഈ മുരിങ്ങാക്കായ അരിഞ്ഞെടുത്തത്, ഇതിനായി ഇനി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 സബോള, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടുക്, വെളിച്ചെണ്ണ. ഇത്രയാണ് ഇതിന് ആവശ്യം. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1 ഗ്ലാസ് വെള്ളവും വേണം ഇതിനായിട്ട്. ആവശ്യത്തിന് കടുക് ഇട്ടു. ഇനി നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ വേപ്പില ഇടാം. ഇനി പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുരിങ്ങാക്കായ ഇടാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് വേവുന്നത് വരെ നമുക്ക് തിരി ചുരുക്കി വെച്ച് വേവിക്കാം. ഇനി ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കിത് ഇടാം. അതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് മൂടിയിട്ട് വേവിക്കാം. വെന്ത് കഴിഞ്ഞാൽ ഇനി തരി മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിന് മുന്നേ 1/4 ടീസ്പൂണും വേണമെന്നില്ല, 1 തരി മാത്രം മതി. ഒരു ശകലം ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഓപ്ഷനാണ്, അത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ആ മണം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി നമുക്കിത് മൂടിയിട്ട് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം തേങ്ങ ചേർക്കാം. ഇനി നമുക്ക് ഇതിൽ തേങ്ങ ചേർക്കാം. തേങ്ങ ഒതുക്കി ചേർക്കുന്നവരുണ്ട്, പക്ഷെ എനിക്ക് തേങ്ങ ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും മുളകും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചേർത്ത് ഒന്ന് ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഉപ്പേരി റെഡിയായി. മുരിങ്ങാക്കായ തോരൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് അടിക്കണം.